Hello, all my beautiful and blessed souls. Welcome to my channel once again, Shri Oracle01. So, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാട്ട് ആർ ദ ഹിഡൻ ടാലൻസ് ഇൻ യു. നമുക്കറിയാം, എല്ലാവർക്കും ഒരു ഹിഡൻ ടാലൻസ് ഉണ്ടാവും. നമ്മൾ പലരും അത് മനസ്സിലാക്കാതെ പോകുന്നതാണ്. നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ലൈഫിൽ ബിസി ആയിട്ട് അത് അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. So let's see what are your hidden talents. Okay, ഇന്ന് നമ്മളത് റിവീൽ ചെയ്യുന്നു ആൻഡ് ദ ബ്ലോക്കേജസ് ആൻഡ് ഗൈഡൻസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ള 3 കാർഡ്സ് ഉണ്ട്. പൈൽ നമ്പർ 1, 2 and 3. So think intuitively, connect with the energies. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യാം. എന്നിട്ട് കണ്ണടച്ച് take a few breaths. എന്നിട്ട് ഡീപ്പായിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുന്നത്, അതായത് ലോജിക്കലി അല്ല, ജസ്റ്റ് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ആ കാർഡിലാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ആർ യുവർ ഹിഡൻ ടാലൻസ്. കാർഡ് നമ്പർ 1 വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ്. കാർഡ് നമ്പർ 2 Ace of Wands. കാർഡ് നമ്പർ 3 The Hermit. സോ നമുക്ക് ഓരോ കാർഡും സെപ്പറേറ്റ് ആയിട്ട് റേറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. ഓക്കെ, കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ്. സി, ദ വേൾഡ് കാർഡ് ഇറ്റ്സെൽഫ് ഷോസ് ദാറ്റ് ദ വേൾഡ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ദാറ്റ് മീൻസ് യു ആർ മച്ച് മോർ ടാലൻറ്റഡ് ദാൻ യു എവർ നോ. അതായത് നിങ്ങൾക്ക് എല്ലാ കഴിവുകളുണ്ട്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ യു ഹാവ് എ ബ്രോഡ് ഔട്ട്ലുക്ക്. നിങ്ങൾ കാര്യങ്ങൾ വളരെ വിശാല മനസ്സോടെ കാണുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഗുഡ് സ്പീക്കേഴ്സാണ്. യു ഹാവ് എ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. യു മൈറ്റ് ബി എ ടീച്ചർ, മെൻറ്റർ, യു ക്യാൻ ബി എ ഗുഡ് സ്പീക്കർ. ലൈക്ക് നിങ്ങൾക്ക് എല്ലാം, ആക്ച്വലി ദ വേൾഡ് മീൻസ് എല്ലാ കഴിവുകളും നിങ്ങളിലുണ്ട്. ബട്ട് യു ആർ നോട്ട് ഏബിൾ ടു നോ ദാറ്റ്. അതായത് നിങ്ങൾ നല്ല സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. പലരും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നേക്കാം നല്ല ഐഡിയാസ് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ഒപ്പീനിയൻ ചോദിച്ചിട്ടൊക്കെ നിങ്ങളിലേക്ക് സമീപിക്കുന്ന ആളുകൾ ഉണ്ടാവാം. സോ യു ക്യാൻ ബി എ ഗുഡ് ഹീലർ ഓൾസോ, ഇൻ ഫാക്ട്, യു നോ. ആൻഡ് യു ക്യാൻ, ഐ തിങ്ക് യു ആർ എ റൈറ്റർ, പെയിൻറ്റർ, ഇതെല്ലാം കാണുന്നുണ്ട്. അതായത് ഓൾ ഇൻ ഓൾ എന്ന് പറയില്ലേ, ഓൾമോസ്റ്റ് എല്ലാ കഴിവുകളും ദൈവസഹായം കൊണ്ട് ഉണ്ട്. ബട്ട് യു ആർ നോട്ട് ഓപ്പണിങ് ഇറ്റ് ഇൻ ടു ഇറ്റ്. അതായത് ഇവിടെ കാണുന്ന ബ്ലോക്കേജസ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇത്, അത് തന്നെയാണ്, നിങ്ങൾക്ക് പേടിയാണ്. അതായത് നിങ്ങൾ ചെയ്തൊരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നില്ല. യു ആർ ഫിയറിങ് റിക്കഗ്നിഷൻ, ഓർ യു ആർ ഫിയറിങ് എ ജഡ്ജ്മെൻറ്റ്. അത് നിങ്ങൾ ചെയ്ത കാര്യം ശരിയാവോ ഇല്ലേ എന്നുള്ളൊരു പേടിയാണ് നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ ബ്ലോക്കേജസ് ആയിട്ട് വരുന്നത്, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. സോ ഗൈഡൻസ് ആയിട്ട് വരുന്നതും അത് തന്നെയാണ്. നോ നീഡ് ടു ഡു ദാറ്റ്. ആക്ച്വലി പുതിയ സ്കിൽസ് പഠിക്കണം, പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഈ കാർഡിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി യുവർ സ്കിൽസ് ആർ ഗോയിങ് ടു റീച്ച് എ ലാർജർ ഓഡിയൻസ്, യു നോ. ലൈക്ക് കൊളാബറേഷൻ കാണുന്നുണ്ട്, മേ ബി ലൈക്ക് വിഷ് കം ടു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സോ ഇതിൽ അത് തന്നെയാണ് പറയുന്നത്. സോ യു ഹാവ് സോ മെനി ടാലൻസ് ഇൻ യുവർ സെൽഫ്. ഡോണ്ട്, അതായത് നമ്മുടെ വേൾഡ് ചുരുക്കി കാണരുത്. യു ഷുഡ് ഹാവ് എ ബ്രോഡ് ഔട്ട്ലുക്ക്. യു ഷുഡ് ഗോ ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ലേൺ ന്യൂ സ്കിൽസ്. നമ്മൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എത്തിപ്പിടിക്കുക. അതാണ് ഈ കാർഡിൽ കാണിക്കുന്നത്. ദിസ് ഇസ് എ കാർഡ് ഓഫ് കംപ്ലീഷൻ. ഇൻ ഫാക്ട്, യു നോ, നിങ്ങൾക്ക് കംപ്ലീഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ബ്ലോക്കേജസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പാസ്റ്റ് കർമ്മ റിലേറ്റഡ് ആയിരിക്കും. അതായത് പാസ്റ്റ് കർമ്മ ക്ലിയറൻസ് ചെയ്യാത്തത് കൊണ്ടുള്ള ബ്ലോക്കേജസ് ആണ് കാണുന്നത്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന സോഡിയക് സയൻസ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കാപ്രിക്കോൺ, ടോറസ്, ലിയോ, സ്കോർപ്പിയോ, അക്വേറിയസ് എന്നീ എനർജീസ് ആണ് അവിടെ കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഇഫ് ദിസ് റെസനേറ്റ്സ് വിത്ത് യു, പ്ലീസ് ഡു കമൻറ്റ് your zodiac sign also.
And let's go to card number 2. Okay, card number 2 സെലക്ട് ചെയ്ത ആളുകൾക്ക് യു ആർ എ ഗുഡ് ലീഡർ. ഓക്കെ, നിങ്ങൾ ലീഡ് ചെയ്ത ഏത് കാര്യങ്ങളും നല്ല രീതിക്ക് അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അത് പോസിബിൾ ആവാറുമുണ്ട്. ആൻഡ് യു നോ വാട്ട്, യു ആർ വെരി ഓപ്റ്റമിസ്റ്റിക്. എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായി കാണാം. ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിലൊക്കെ ഇച്ചിരി പോസിബിലിറ്റീസ് കാണുന്ന ഒരാളാണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ലൈക്ക് അയ്യോ ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇത് പറ്റില്ല അങ്ങനെയല്ല. വാട്ട് എവർ ഇറ്റ് കംസ്, എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും ദർ ഇസ് എ വേ, സി ദിസ് ഇസ് എ വേ, യു ക്യാൻ ഡു ദിസ് വേ, അങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ആൻഡ് നമ്മൾ ഫസ്റ്റ് കാർഡിൽ പറഞ്ഞു റൈറ്റർ ആവാം, ഡ്രോയിങ് ആവാം. ബട്ട് ഹിയർ see, here clearly says that you can be a good mentor, good writer, drawing skills and in fact performing arts and creating of new ideas like content creation ആവാം, public speaking ആവാം, ഞാൻ പറഞ്ഞില്ലേ മെൻറ്റർ ആവാം, ടീച്ചർ ആവാം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. സോ ഇവിടെ വരുന്ന ബ്ലോക്കേജസ് പറയുന്നത് അത് തന്നെയാണ്. യു ആർ സെൽഫ് ഡൗട്ട്. ലൈക്ക് നിങ്ങൾക്ക് പേടിയാണ്, ഒരു കാര്യം തുടങ്ങാനുള്ളൊരു പേടിയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, ഇന്ന് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഐഡിയാസ് ഉണ്ട്, ക്രിയേറ്റീവ് ഉണ്ട്, തിങ്കിങ് ആണ്, എല്ലാം ചിന്തിക്കുകയാണ്. ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ നാളെ അത് അപ്പുറത്ത് ചെയ്യും. യു ആർ വെരി ക്രിയേറ്റീവ് ബട്ട് യു ആർ ലാക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്. അതായത് നിങ്ങളത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. യുവർ എനർജി ഈസ് സ്കാറ്റേർഡ്. ലൈക്ക് ഇന്ന് വിചാരിക്കുന്ന കാര്യം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രദ്ധ വേറെയിലേക്ക് തിരിയുന്നു. അപ്പോൾ അത് മനസ്സിൽ നിന്ന് വിട്ടുപോകും. നാളെ വേറൊരു കാര്യം വരും, അതിൻ്റെ പിന്നാലെ പോകും, മറ്റന്നാൾ വേറൊരു കാര്യം വരും. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഹിയർ. അതാണ് ഇവിടുത്തെ ബ്ലോക്കേജസ് ആയിട്ട് വരും. പ്രോക്രാസ്റ്റിനേഷൻ, ലാക്ക് ഓഫ് ഫോക്കസ്. അതായത് അതുതന്നെയാണ് ബേസിക്കലി യു ആർ നോട്ട് ഇൻ ടു ഇറ്റ്. അതായത് ഒരു കാര്യം ഡിറ്റർമിനേഷനോട് ചെയ്യാൻ നിങ്ങൾക്ക് ഡിറ്റർമൈൻഡ് അല്ല. അതായത് നിങ്ങൾക്ക് ഈ കഴിവുകൾ ഉണ്ടെങ്കിലും യു ലൈക്ക് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നുള്ളൊരു എന്ന് വെച്ചാൽ ഒരു ഓവർ കോൺഫിഡൻസ് എന്നുള്ളതും പറയാം. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഇതിൻ്റെ ഗൈഡൻസ് എന്ന് ഞാൻ പറയട്ടെ. യു ജസ്റ്റ് എക്സ്പ്രെസ് യുവർ സെൽഫ്. എന്താണ് നിങ്ങളുടെ ക്രിയേറ്റീവ്, ലെറ്റ് ഇറ്റ് കം ഔട്ട്. അതിപ്പോൾ അത് എന്തും ആയിക്കോട്ടെ, യുവർ ഐഡിയാസ്, യുവർ ക്രിയേറ്റിവിറ്റി, ലെറ്റ് ദ വേൾഡ് നോ അബൌട്ട് ഇറ്റ്. ജസ്റ്റ് ലീവ് അബൌട്ട് യുവർ ഫിയർ. പേടി അങ്ങോട്ട് വിടൂ, സെൽഫ് ഡൗട്ട് അങ്ങോട്ട് വിടൂ, അങ്ങോട്ട് ചെയ്യൂ, അങ്ങോട്ട് കാര്യങ്ങൾ അങ്ങോട്ട് കടക്കൂ. അപ്പോൾ തന്നെ എല്ലാ കാര്യവും റൈറ്റ് ആവും. സേ യെസ് ടു ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ബിലീവ് ഇൻ യുവർ പൊട്ടൻഷ്യൽ. അതാണ് ഇവിടെ വെക്കുന്ന ഗൈഡൻസ്. ഓക്കെ, ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു. ലെറ്റ്സ് മൂവ് ഓൺ ടു കാർഡ് നമ്പർ 3. ഓക്കെ, കാർഡ് നമ്പർ 3 സെലക്ട് ചെയ്ത വ്യക്തികൾ ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. സോ ലെറ്റ് മീ ടെൽ യു, ആദ്യത്തെ 2 റീഡിങ്സ് പോലെയല്ല ഇത്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പറഞ്ഞാൽ ഇത് മോശം എന്നുള്ളതാ. സി ദിസ് ഈസ് ആക്ച്വലി എ ഗുഡ് കാർഡ്. ഇതിൽ വന്നിരിക്കുന്നത് ഇത് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ആരായിക്കോട്ടെ, ദേ ആർ ഗുഡ് ലിസണേഴ്സ്. അവർ സംസാരിക്കുന്നതിൽ കൂടുതൽ മറ്റുള്ളവരുടെ വിഷമം കേൾക്കാനോ മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. ദേ ആർ ബേസിക്കലി ഇൻറ്റ്യൂറ്റീവ്. അതായത് നിങ്ങൾ ഔട്ടർ വേൾഡിലേക്ക് കണക്ട് ചെയ്യാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നില്ല. യു ലവ് സോളിറ്റ്യൂഡ്. തനിച്ചിരിക്കുമ്പോൾ ഉള്ളിൽ സെൽഫ് റിയലൈസേഷൻ ചെയ്യുക, ഇൻറ്റ്യൂഷനെ ബിലീവ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ഒരു മെയിൻ പ്ലസ് പോയിന്റ്. യു ഷോ ലൈറ്റ് ടു അതേഴ്സ്. യു ഹാവ് ദാറ്റ് ടാലൻറ്റ്. അതായത് നിങ്ങൾ ഇൻറ്റ്യൂറ്റീവ്ലി പറയുന്ന കാര്യങ്ങൾ പലതും മറ്റുള്ളവർക്ക് സഹായമായേക്കാം അല്ലെങ്കിൽ ആകുന്നുണ്ട്. സോ യു ആർ ഡെഫിനറ്റ്ലി എ ഗുഡ് സ്പീക്കർ, ഇൻഫാക്ട് ഗുഡ് കൗൺസിലർ, നാച്ചുറൽ കൗൺസിലർ എന്ന് തന്നെ പറയാം. അതായത് ഗോഡ് ഗിഫ്റ്റഡ് ആണ്. നിങ്ങൾ ജനിച്ച് വന്നപ്പോഴേ യു ആർ എ നാച്ചുറൽ കൗൺസിലർ, എ മെൻറ്റർ, ഒരു ടീച്ചർ ആവാം, ഒരു ഹീലർ ആവാം, ബിക്കോസ് യുവർ വേർഡ്സ്. പിന്നെ അതുപോലെ നിങ്ങളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഒരു ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തികളെക്കുറിച്ചോ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തികളാണ്. ഗോ ഇൻ ടു ഡെപ്ത്. ഒരു സിറ്റുവേഷൻ വന്നാൽ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അവർ ചിലപ്പോൾ ചിന്തിക്കാത്തത് പോലും നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. അതാണ് നിങ്ങളിലുള്ള വ്യത്യാസം. അതായത് നിങ്ങൾ ഓരോ കാര്യം വളരെ ആഴത്തിൽ, വളരെ ഒരു പ്രൊഫൗണ്ട് ലെവൽ എന്നൊക്കെ പറയില്ലേ, യു അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻസ് അറ്റ് എ പ്രൊഫൗണ്ട് ലെവൽ. സോ ഗുഡ് അറ്റ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അതായത്
ഒരു സാഹചര്യം വന്നു, അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റം കണ്ടു, ഒരു ബിഹേവിയർ കണ്ടു, ഒരു സിറ്റുവേഷൻ വന്നു എങ്കിൽ അതിൽ മറ്റുള്ളവർ ജനറലി കാര്യങ്ങൾ മനസ്സിലാക്കും. ബട്ട് നിങ്ങൾ അതിൽ അവർ മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ കഴിവ്. ബട്ട് നിങ്ങൾ ആ കഴിവിനെ, നിങ്ങൾ ഈ ബേസിക് ഞാൻ പറഞ്ഞല്ലോ, യു ലവ് സോളിറ്റ്യൂഡ്, അത് തനിച്ചിരിക്കാൻ, ഉൾവലിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ഈ ഉൾവലിഞ്ഞ പ്രകൃതം കാരണം തന്നെ ആ ഒരു ഇത് വരുന്നതാണ്. സി യു ആർ ലൂസിങ് കണക്ഷൻ വിത്ത് ദ വേൾഡ്. ഓക്കെ, നിങ്ങളുടെ ഉള്ള കഴിവ് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നില്ലല്ലോ. എക്സ്പ്രസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ബട്ട് അതർവൈസ് യു ആർ ഇൻ യുവർ ഓൺ വേൾഡ്, ഇൻ യുവർ ഓൺ ദിസ് തിങ്. സോ അതൊരു ബ്ലോക്കേജസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സോ ഗൈഡൻസ് പറയുന്നതും അത് തന്നെയാണ്. സോ ഇറ്റ് ജസ്റ്റ് കം ഔട്ട്. അതായത് സെൽഫ് റിയലൈസേഷൻ വേണം, എല്ലാം വേണം. ബട്ട് യു ഹാവ് ടു ഹാവ് എ കണക്ഷൻ വിത്ത് ദ വേൾഡ് ഓൾസോ. നിങ്ങളുടെ ദൈവം തന്ന ആ ഇൻറ്റ്യൂഷൻ അത് നിങ്ങൾ യൂസ് ചെയ്യൂ. യു ക്യാൻ ബി എ സ്പിരിച്വൽ ലീഡർ. ഇൻ ഫാക്ട് യു ക്യാൻ ബി എ ടാരോ റീഡിങ്ങിൽ, അല്ലെങ്കിൽ ആസ്ട്രോളജി, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ അതൊരു ബേസ് തരുന്ന കാര്യങ്ങളായിട്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും 3 കാർഡ്സിൻ്റെയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യൂ യുവർ സോഡിയാക് സൈൻസ്. ആൻഡ് ഇത് ഏത് കാര്യമാണ് നിങ്ങൾക്ക് അറിയാതെ പോയത്, ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട് ഏത് കാര്യമാണ് നിങ്ങൾക്ക് യെസ് ഇത് എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇത് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളത് പ്ലീസ് കമൻറ്റ് ചെയ്യൂ. ആൻഡ് എൻ്റെ ചാനൽ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.